വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഡോക്ടർ സ്റ്റെഫി. എപ്പിസോഡ് 5ലേക്ക് സ്വാഗതം. എപ്പിസോഡ് 2, അതായത് ഫസ്റ്റ് ട്രിമസ്റ്ററിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ, ആ ഒരു ലക്ഷണങ്ങൾ തന്നെ ഈ വീക്കിലും തുടർച്ചയായിട്ട് കാണപ്പെടുന്നു. പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ, മൂഡ് സ്വിങ്സ് ഈ ഒരു ടൈമിൽ കൂടുതലായിരിക്കും. ഈ 8th വീക്കിൽ 2 months കംപ്ലീറ്റ് ആവുകയാണ്. അതുപോലെ തന്നെ ഇരുമ്പ് ചുവ, വായിലൊരു ഇരുമ്പ് ചുവ, മെറ്റാലിക് ടേസ്റ്റൊക്കെ കാണാം. ചിലർക്ക് മോർണിംഗ് സിക്നസ് ഈ ഒരു വീക്കിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ശ്രദ്ധിച്ചാൽ വയറിൻ്റെ വലിപ്പം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യൂട്രസിൻ്റെ സൈസ് ഒരു ലെമൺ സൈസൊക്കെ ആയിരിക്കും ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി പീക്കിലായിരിക്കും. ഈ ഒരു ടൈം ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. പിന്നെ മുഖത്ത് ചെറിയൊരു കറുപ്പ് അടയാളം, അതുപോലെ ബ്രൗൺ കളർ പാടുകളൊക്കെ ഈ ഒരു ടൈമിൽ ചിലർക്ക് കാണാറുണ്ട്. കുഞ്ഞിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഭ്രൂണം ഗർഭപിണ്ഡ അവസ്ഥയിലേക്ക് മാറുകയാണ്. എംബ്രിയോ 8th വീക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അത് കംപ്ലീറ്റ്ലി അതൊരു പിണ്ഡം, അതായത് ഫീറ്റസ് ആയിട്ട് മാറുന്നു. അതിന് കാരണം മേജർ ഓർഗൻസ് ആണ് ഈ ഒരു ടൈമിൽ വളരുന്നത്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ കൈകാലുകൾ നീളം വയ്ക്കുന്നു. ജെനൈറ്റേലിയൊക്കെ ഈ സമയത്ത് മുട്ടിട്ട് ചെറുതായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ആവത്തില്ലെങ്കിൽ പോലും ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിട്ട് വരുന്നുണ്ട്. പൊക്കിൾ കൊടി പൂർണ്ണ വളർച്ചയിലായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വേണ്ടുന്ന ഓക്സിജനും ബ്ലഡും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നു. പിന്നെ സ്കാൻ റിപ്പോർട്ടിൽ നമുക്ക് ആസ് യൂഷ്വൽ ജെസ്റ്റേഷണൽ സാക്ക് കാണാം, യോക്ക് സാക്ക് കാണാം. പിന്നെ നമുക്ക് ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കാണാൻ പറ്റും. പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസ് ബേസിക് ആയിട്ടുള്ള സ്റ്റൊമക്ക്, അതൊക്കെ കിഡ്നിയൊക്കെ ഉണ്ടാവും. ഹാർട്ട് ബീറ്റ് നേരത്തെ തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 140 to 170 ഒക്കെ BPM ഒക്കെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.